ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ചില സമയങ്ങളിലൊക്കെ ഞാൻ ഈശോയോട് പരിഭവം പറയാറുണ്ട്. ചില ആളുകൾ കുർബാനയ്ക്ക് പോവുകയോ ജപമാല ചൊല്ലുകയോ വചനം വായിക്കുകയോ ഇല്ല. അങ്ങനെയുള്ള മക്കൾ പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന് സാക്ഷ്യം പറയുന്ന രീതിയിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കാറുണ്ട്. കുറച്ച് നാളായിട്ട് ചില കാര്യങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഞാൻ ഈശോയോട് കെറുവിക്കും. ഞാൻ കെറുവിക്കുമ്പോൾ വചനത്തിൽ കൂടിയാണ് കർത്താവ് എനിക്ക് മറുപടി തന്നത്. പെട്ടെന്ന് ഓടി വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാൻ അനുഗ്രഹിക്കുമെങ്കിൽ വർഷങ്ങളായി എന്നോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന നിന്നെ ഞാൻ കൈവിടുമോ? നീ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. മത്തായി 7:7 പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി പറയുന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്തും തരുമെന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. വിശ്വാസം നഷ്ടപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ.